എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയുടെ പല ഗ്രാമങ്ങളിലും പല ചേരി പ്രദേശങ്ങളിലും പഠനം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് കുട്ടികളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾക്കിടയിലാണ് ഞങ്ങൾ ഓരോ ദിവസവും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്? പുതിയ ബാഗ്, ചെരുപ്പ്, കൊട, അങ്ങനെ പലതും. ഹബീബാണ്. നമ്മളിന്ന് വന്നത് നമ്മുടെ ഐവ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ സ്കൂൾ ഓൺ വീൽസ് എല്ലാവർക്കും അറിയാലോ. ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ സ്ട്രീറ്റുകളിലും പോയി ക്ലാസ് എടുക്കുന്ന നമ്മുടെ സ്കൂൾ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ ജൂണിലെ ആരംഭവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല ബാഗും ചെരുപ്പും കൊടയൊക്കെ ആയി സ്കൂളിൽ പോയല്ലേ. ഈ കുട്ടികളിൽ അധികവും സ്കൂളിൽ പോകാത്തവരാണ്. അവർക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാ ദിവസവും വരുന്നതിന് വേണ്ടി പ്രായമനുസരിച്ചുകൊണ്ട് കുട്ടികൾക്ക് സ്ലേറ്റും നോട്ട് ബുക്കും പെൻസിലും പേനയും കട്ടറും എറേസറും അങ്ങനെ തുടങ്ങി അവർക്ക് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. ഇതവരെല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയാണ്. ഒരിക്കലും വിദ്യാഭ്യാസപരമായി നമ്മുടെ കേരളത്തിനോട് ഉപമിക്കാൻ പറ്റാത്ത സംസ്ഥാനങ്ങളാണ് ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മൾ ഓരോ ദിവസവും ക്ലാസ് എടുക്കാൻ പോകുന്ന ചേരികളിലും ഗ്രാമങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആ കുട്ടികളോട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് കർഷകനാകണം, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആകണം, അല്ലെങ്കിൽ എനിക്ക് ഉപ്പയെ പോലെ ആകണം. ഉപ്പയ്ക്ക് എന്താ പണി? ഉപ്പയ്ക്ക് കൃഷിയാണ്. ഒരിക്കലും നമുക്ക് ആ കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം സ്കൂളിലേക്ക് പോകുന്നവരാണ് ഇതിൽ അധിക കുട്ടികളും. അതുകൊണ്ട് അവർക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി സമയം 11 മണിക്ക് സ്കൂളിൽ പോയി 2 മണിക്ക് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് വരുന്നവരാണ് അധിക മക്കളും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഈ ഓരോ പ്രയത്നങ്ങളും.